ചൈനീസ് പക്ഷത്തേക്ക് മാറിക്കൊണ്ടിരുന്ന ഒരു രാജ്യമെന്നാണ് ശ്രീലങ്കയെ നമ്മൾ കരുതിയത്. ഇപ്പോൾ ശ്രീലങ്കയുടെ നിലപാടിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് വരുന്നുണ്ടല്ലോ. ശ്രീലങ്കയുടെ നിലപാടിന് മാറ്റം ഉണ്ടെന്ന് മാത്രമല്ല, ചൈനയെക്കുറിച്ച് നമ്മളെക്കാലം പറയുന്നത് ചൈന ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുറമുഖം വാങ്ങിച്ചു. ചൈനയുടെ കയ്യിലാണ്. ചൈനീസ് ചാരക്കപ്പലുകൾ അവിടെ വരുന്നു. 2-3 തവണ വന്നു അല്ലേ? അതെ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വന്നു. പക്ഷേ നമ്മളതിൻ്റെയൊക്കെ സിഗ്നലൊക്കെ ജാം ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അവിടെ വന്നിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് സാന്നിധ്യം വല്ലാതെ കൂടി വരുന്നുണ്ട്. അത് ഇന്ത്യക്ക് വല്ലാത്ത ആശങ്കയുമാണ്. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്, അല്ലെങ്കിൽ വലിയ താല്പര്യമുണ്ടായ ഒരു ഘടകം ശ്രീലങ്കയിലെ തെരഞ്ഞെടുപ്പ്. ശ്രീലങ്കയിൽ മാർക്സിസ്റ്റ് കക്ഷിയായ ജനവിമുക്തി പെരുമന അവരുടെ നാഷണൽ പീപ്പിൾസ് പവർ എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ അനുര കുമാര ദിസനായകെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് പ്രസിഡൻ്റായി. അതോടുകൂടി പൊതുവിൽ വിലയിരുത്തപ്പെട്ടത് ചൈനയുടെ സ്വാധീനത്തിന് വഴങ്ങി സമ്പൂർണ്ണമായി, രണ്ടും മാർക്സിസ്റ്റാണല്ലോ, അതെ, മാർക്സിസ്റ്റ് സർക്കാർ വന്നതുകൂടി ചൈനയുടെ പക്ഷത്തേക്ക് ശ്രീലങ്ക മാറിയിരിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. അതുപോലെ മാൽദ്വീപ്സിൻ്റെ കാര്യം, മാൽദ്വീപുകൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്കെതിരായ നിലപാടെടുക്കുകയും ഞങ്ങൾ ചൈനീസ് പക്ഷത്താണ്, ഇന്ത്യൻ പട്ടാളം അവിടുന്ന് പോകണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് കുറേ ബഹളമൊക്കെ ഉണ്ടാക്കി. നമ്മുടെ കാർന്നൂർ നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയി ഒരു കസേര വലിച്ചിട്ടിരുന്നതുകൂടി അത് തീർന്നു. മാൽദ്വീപ്സിൻ്റെ വിഷമം അങ്ങോട്ട് മാറി. മോദിക്കെതിരെ പറഞ്ഞ മന്ത്രിമാരെ പുറത്താക്കി. മാൽദ്വീപ്സിൻ്റെ പ്രസിഡന്റ് ഇവിടെ വന്നിട്ട് 24 ദ്വീപുകൾ ഇപ്പം നമുക്ക് എഴുതി തന്നു എന്ന് പറയാം. നമ്മുടെ കയ്യിലാണ് 24 തന്ത്രപ്രധാനമായ ദ്വീപുകൾ മാൽദ്വീപ്സിലെ. അങ്ങനെ ചൈനീസ് പക്ഷത്ത് മാറി എന്ന് കരുതി മാൽദ്വീപ്സ് മാറി ശ്രീലങ്കയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ സമീപകാലത്തായി നമ്മുടെ ഈ രാജ്യത്തെ പ്രതിപക്ഷം പറയുന്നത് നോക്കൂ, ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ വല്ലാതെ മോശമായി. ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്ത് മുഴുവൻ സംഘർഷമാണ്. പാകിസ്ഥാൻ പണ്ടേ അങ്ങനെയാണ്, ബംഗ്ലാദേശ് പണ്ടേ അങ്ങനെയാണ്. പിന്നെയുള്ളത് മ്യാൻമറിൻ്റെ കാര്യം ഇവർ പറയുന്നില്ല. ഭൂട്ടാൻ നമ്മുടെ ഒരു സാമന്ത രാജ്യമാണ് ഭൂട്ടാൻ. പിന്നെ ശ്രീലങ്ക കണ്ടില്ലേ എന്തൊക്കെ പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ഹമ്പൻ തോട്ട തുറമുഖം ചൈനയുടേതായതുകൊണ്ട് ചൈനയുടെ യുദ്ധക്കപ്പലുകൾ അവിടെ വരും. ഇനി ഒരു ഇന്ത്യ ചൈന യുദ്ധമുണ്ടായാൽ ദക്ഷിണേന്ത്യയിലേക്ക്, കേരളം, തമിഴ്നാട്, ഈ കോസ്റ്റൽ ഏരിയയിലേക്ക് ചൈനയ്ക്ക് ഈ ഹമ്പൻ തോട്ട തുറമുഖം ഉപയോഗിച്ച് കടന്നു വരാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിനിടയ്ക്ക് അനുര കുമാര ദിസനായകയൊക്കെ ആയിട്ട് ഇന്ത്യ, നമ്മുടെ പ്രധാനമന്ത്രി നല്ല ബന്ധമുണ്ടാക്കി സംസാരിച്ചു. ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയ വാർത്ത, ചൈനയ്ക്കൊരു തുറമുഖമുണ്ട്, എന്നാൽ പിന്നെ ഇന്ത്യക്ക് എന്തുകൊണ്ടായിക്കൂടാ? ഇന്ത്യക്കിപ്പോൾ കിട്ടാൻ പോകുന്നത് ശ്രീലങ്കയുടെ ഏറ്റവും വലിയ സ്ഥാപനമായ കൊളംബോ ഡോക്യാർഡ് PLC, CDPLC എന്ന് പറയും, കൊളംബോ ഡോക്യാർഡ് PLC. ഈ സ്ഥാപനം ഇന്ത്യ വാങ്ങുകയാണ്, ഇന്ത്യക്ക് വിട്ടുതരികയാണ്. ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊച്ചി കപ്പൽ നിർമ്മാണശാല ഉള്ളതുപോലെ നമുക്ക് മുംബൈയിൽ, മഹാരാഷ്ട്രയിലെ മസഗോൺ ഡോക്ക് ഉണ്ട്. മസഗോൺ ഡോക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ നിർമ്മാണശാലയാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ നേവിക്ക് വേണ്ടുന്ന കപ്പലുകൾ ഉണ്ടാക്കുന്ന ഡിഫൻസ് ഷിപ്പ് യാർഡാണ് മസഗോൺ ഉള്ളത്. ഈ മസഗോൺ ഡോക്ക് ഇപ്പം തന്നെയാണ് സ്കോർപിയൻ അന്തർവാഹിനി അതിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കരാറ് മെസഗോൺ ഡോണിനാണ്. മെസഗോൺ ഡോൺ ഇപ്പോൾ $53 മില്യൺ കൊടുത്തിട്ട് ശ്രീലങ്കയുടെ ഏറ്റവും വലിയ കൊളംബോ ഡോക്യാർഡ് PLC എന്ന് പറയുന്ന CDPLC വാങ്ങാൻ പോവുകയാണ്. അതിൻ്റെ കരാർ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ CDPLC എന്ന് പറഞ്ഞാൽ കൊളംബോ ഡോക്യാർഡ് നടത്തുന്ന ഒനോമിച്ചി ഡോക്യാർഡ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡാണ്. അതിൻ്റെ ഷെയറുകൾ നമ്മൾ വാങ്ങുകയാണ്. നമ്മൾ വാങ്ങുമെന്ന് പറഞ്ഞാൽ $53 മില്യൺ കൊടുത്ത്, ഭീമമായ തുകയാണ്. ഇത്രയും തുക കൊടുത്ത് നമ്മുടെ പ്രതിരോധ കപ്പൽ നിർമ്മാണശാലയായ മസഗോൺ ഡോക്ക് ശ്രീലങ്കയുടെ ഡോക്ക് വാങ്ങുന്നു. അതും തുറമുഖം എല്ലാം കൂടെ ചേർന്നൊരു വലിയ കുറ്റൻ സംവിധാനമാണ്. അത് മാത്രമല്ല, നമ്മളിത് വാങ്ങുമ്പോൾ $53 മില്യൺ മുടക്കി നമ്മളവിടെ വാങ്ങുന്നു. തന്ത്രപ്രധാനപരമായ കേന്ദ്രമാണ്. ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശത്തെ ചെറുക്കാനും നിരീക്ഷിക്കാനും ഒക്കെ ഉതകുന്ന ഒരു താവളം നമുക്കുണ്ടാവും. അതുമാത്രമല്ല ഇതിൻ്റെ സവിശേഷത. കാരണം ഈ കൊളംബോ ഡോക്യാർഡിന് വൻതോതിൽ ബിസിനസ്സുകളുണ്ട്. അതായത് ജപ്പാൻ, നോർവേ, ഫ്രാൻസ്, UAE, ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം കപ്പലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഓർഡറുകൾ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കൊളംബോയിലെ ഡോക്യാർഡ്. അവിടെ ഇപ്പോൾ പറയുന്ന അവർക്ക് $300 മില്യൺ ഓർഡറുകൾ ഇപ്പോൾ തന്നെ പൈപ്പ് ലൈൻ ഉണ്ട്. അതായത് നമ്മൾ 53 മില്യൺ കൊടുത്തത് വാങ്ങിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 300 മില്യൻ്റെ
കരാർ ഉൾപ്പെടെയാണ്. അപ്പോൾ ഇന്ത്യക്ക് വലിയ ലോട്ടറി അടിച്ചിരിക്കുകയാണ്. ശ്രീലങ്ക നമുക്ക് തന്നിരിക്കുന്നത് ഒരു തുറമുഖം, ഒരു കപ്പൽ നിർമ്മാണശാല മാത്രമല്ല, കരാറും 300 മില്യൻ്റെ കരാറും കൂടിയാണ്. ചൈനയ്ക്ക് ഈ ഹമ്പൻതോട്ടയിൽ കൊളംബോ ഒരു പോർട്ടുണ്ടാക്കി, അവർക്ക് പിന്നെ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴത്തേക്ക് ചൈന പണം കൊടുത്തു. എന്നിട്ടും തിരാ വന്നപ്പോഴത്തേക്ക് എന്നാൽ ചേട്ടൻ തന്നെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് കൊടുത്തതാണ് ഈ ഹമ്പൻതോട്ട. അവിടെ ഈ കപ്പലുകൾ വന്നെടുക്കുന്ന ഒരു തുറമുഖം എന്ന് മാത്രമേ ഉള്ളൂ. വാണിജ്യ കപ്പൽ വിടുന്നത് നമ്മൾ വിഴിഞ്ഞം വന്നപ്പോൾ ഹമ്പൻതോട്ടയ്ക്ക് വലിയ ഭീഷണിയായി. എന്തൊക്കെയാണല്ലോ, പക്ഷെ നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്നതാണ് ഒരു തുറമുഖം കിട്ടുന്നുണ്ട്, ഒരു കപ്പൽ നിർമ്മാണശാല കിട്ടുന്നുണ്ട്, അതുകൂടാതെ 300 മില്യൻ്റെ കരാറുകളും കിട്ടുന്നുണ്ട്. വലിയ നേട്ടമാണ്. അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രം ഡിപ്ലോമസിയൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു, സമീപ രാജ്യങ്ങളായ ശ്രീലങ്ക ഉൾപ്പെടെ ചൈനീസ് പക്ഷത്തേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളിലൊക്കെ വായടപ്പിക്കുന്ന ഒരു തീരുമാനമാണ്. അത് മാത്രമല്ല, ഇത് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുന്നതാണ് അദാനി എന്നൊക്കെ പറയാം. ഈ കരാർ പിടിച്ചെടുത്തിരിക്കുന്ന ആരാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കൊളംബോയുടെ കൊളംബോ ഡോക്യാർഡ് വാങ്ങുന്നത് ഇന്ത്യയിലൊരു പ്രൈവറ്റ് കമ്പനിയല്ല, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയല്ല. ആരാണ്? മെസഗോൺ ഡോക്കാണ്. മെസഗോൺ ഡോക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെയാണ്. അപ്പോൾ കൊളംബോ ഡോക്യാർഡ് വാങ്ങുന്ന ആരാണ്? കൊളംബോ ഡോക്യാർഡ് വാങ്ങുന്നത് ഇന്ത്യൻ സൈന്യമാണ്. ഇന്ത്യൻ ആർമിക്ക് അവിടെ ഒരു ഇന്ത്യൻ സേനയ്ക്ക് താവളമായിരിക്കുന്നു. അങ്ങനെ കാരണം ബാക്കിയുള്ള ഈ ഹമ്പൻതോട്ട വാങ്ങിയിരിക്കുന്നത് ചൈനയിലൊരു കമ്പനിയാണ്. അതെ, പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി ഇപ്പം അദാനി വിദേശത്തൊരു പോർട്ടുണ്ടാക്കിയാൽ നമുക്കൊരു സൈനിക ആവശ്യം വന്നാൽ നമ്മൾ അത് ഉപയോഗിക്കും. അതെ എന്ന് പറയുന്ന പോലെ ചൈനയ്ക്ക് ഒരു ആവശ്യം വന്നാൽ ചൈന ഹമ്പൻതോട്ട ഉപയോഗിക്കും. അവിടുത്തെ ചൈനീസ് കമ്പനി ആയതുകൊണ്ട് ഉപയോഗിക്കും. പക്ഷെ നമ്മളോ കൊളംബോ ഡോക്യാർഡ്, മെസഗോൺ ഡോക്യാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് ഡോക്യാർഡ് വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സിഡിയറി ആയിട്ട് മാറുന്നു. കുറച്ചുകൂടെ വളച്ചു കെട്ടില്ലാതെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇന്ത്യയുടെ സൈനിക താവളമോ സൈനിക നിർമ്മാണ കേന്ദ്രമോ ആയിട്ട് കൊളംബോ ഡോക്യാർഡ് മാറുകയാണ്. അയൽ രാജ്യത്തൂടെ നമുക്കൊരു താവളം ഉണ്ടാവുന്നു എന്ന് പറയാം. ചൈനയുടെ മൂക്കിൻ്റെ കീഴെ ചൈന ഉള്ളിടത്ത് ഇന്ത്യയും വരുന്നു. ഇനി ഇന്ത്യയാണോ ചൈനയാണോ ശ്രീലങ്കയ്ക്ക് പ്രധാനപ്പെട്ടെന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ അത് നമ്മളിന്ന് അനലൈസ് ചെയ്യണം. കാരണം ഇത് ഈ കൊളംബോ ഡോക്യാർഡിന് 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ കമ്പനി ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കപ്പൽ നിർമ്മാണശാലയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇനി ഇത്രയും ജപ്പാനും നോർവേയും ഫ്രാൻസും UAEയും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള കപ്പലുകൾ നിർമ്മിക്കുന്ന ജോലി ഇന്ത്യയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യക്ക് വലിയ ധനാഗമ മാർഗമാണ്. അതോടൊപ്പം തന്നെ നോക്കൂ, നമ്മളിപ്പം ഈ മെസഗോൺ ഡോക്യാർഡിനെ സംബന്ധിച്ച് മെസഗോൺ ഡോക്യാർഡ് വലിയ തന്ത്രപ്രധാനമായ സൈനിക നിർമ്മാണങ്ങൾ നടത്തുന്ന നമ്മുടെ പ്രതിരോധ വകുപ്പിൻ്റെ കപ്പൽ നിർമ്മാണശാലയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കോർപിയൻ അന്തർവാഹിനി 3 നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക 38 കോടിയുടെ കരാറാണ്. 38,000 കോടിയുടെ കരാറാണ് ഈ 3 സ്കോർപിയൻ അന്തർവാഹിനിയുടെ നിർമ്മാണത്തിന് നമ്മളും മെസഗോൺ ഡോക്യാർഡിന് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള 6 ഡീസൽ ഇലക്ട്രിക്കൽ അന്തർവാഹിനികളും മെസഗോൺ ഡോക്യാർഡ് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ മെസഗോൺ ഡോക്യാർഡിന് ഈ പറഞ്ഞതുപോലെ സൈനിക കപ്പലുകളും സൈനിക അന്തർവാഹിനികളും നിർമ്മിക്കാൻ വലിയ പ്രാവീണ്യമുണ്ടെങ്കിൽ കൊളംബോയ്ക്ക് മറ്റു തരത്തിലുള്ള വ്യാപാര കപ്പലുകളും യാത്രാ കപ്പലുകളും നിർമ്മിക്കാനുള്ള ശേഷിയും പരിചയമുണ്ട്. അതും കൂടി ഇപ്പോൾ ഇന്ത്യക്ക് കൈവരികയാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കീഴിൽ കൊളംബോയിൽ ഒരു കപ്പൽ നിർമ്മാണശാല വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ അധിനിവേശത്തെ കടന്നുകയറ്റത്തെ നിരീക്ഷണത്തെയൊക്കെ ചെറുക്കാൻ വേണ്ടി നമുക്ക് ഫലപ്രദമായി ഇടപെടാൻ പറ്റും. ഇനി മാത്രമല്ല, നോക്കൂ, ഇന്ത്യൻ കപ്പലുകൾക്ക് സൈനിക കപ്പലുകൾക്ക് അതാണ് ഇന്ത്യൻ കപ്പലുകൾക്കല്ല, ഇന്ത്യൻ സൈനിക കപ്പലുകൾക്ക് നിർബാധം ഇനി ശ്രീലങ്കയിലേക്ക് പോകാം. കാരണം നമ്മുടെ ഒരു കപ്പലിന് കേടുവന്നു, നമ്മൾ മെസഗോണിൽ പോകണില്ല, നമ്മളെങ്ങോട്ട് പോകണു? നമ്മുടെ കൊളംബോ ഡോക്കിലേക്ക് പോകുന്നു. അപ്പോൾ വിദേശ രാജ്യത്തെ ഒരു തുറമുഖം നമ്മുടെ യുദ്ധക്കപ്പലുകൾക്ക് നിർബാധം പോകാൻ പറ്റുന്ന കപ്പലുകളാവുന്നു. മാത്രമല്ല, ഈ ചൈനീസ് ചാരക്കപ്പൽ ഹമ്പൻതോട്ടയിൽ വന്നപ്പോൾ നമ്മൾ നമ്മുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. കാരണം അങ്ങനെ വരാൻ പാടില്ല, ഞങ്ങളുടെ അയൽവക്കത്താണ്, ഞങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ചോർത്താനാണ് ഇവർ വരുന്നതെന്നുള്ള ആക്ഷേപം പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രീലങ്ക കൊടുക്കരുതെന്ന് നമ്മുടെ എതിർപ്പറിയിച്ചിരുന്നു. പക്ഷേ നമ്മുടെ യുദ്ധക്കപ്പലുകൾ ഇനി ശ്രീലങ്കയ്ക്ക് പോയാൽ ചൈനയ്ക്ക് വല്ലതും പറയാൻ പറ്റുമോ? കാരണം ഈ ഡോക്യാർഡ് നമ്മുടെയാണ്, ഇന്ത്യൻ നേവിയുടെയാണ്, ഇന്ത്യൻ ഡിഫൻസിൻ്റെയാണ്. ഇന്ത്യൻ ഡിഫൻസിൻ്റെ ഈ ഡോക്യാർഡിലേക്ക് ചിലപ്പോൾ നമ്മുടെ ഹെലികോപ്റ്ററുകൾ പറന്നിറങ്ങും. അവിടെ റൺവേ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റൺവേ ഉണ്ടാക്കിയാൽ, അതുമല്ലെങ്കിൽ
വെർട്ടിക്കൽ ലാൻഡിങ് നടത്താൻ പറ്റുന്ന വിമാനങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത്തരം വിമാനങ്ങൾ ഇറക്കാൻ പറ്റും. അപ്പോൾ സത്യത്തിൽ നമുക്ക് ശ്രീലങ്കയിൽ ഒരു സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഈ സൈനിക താവളമായി നാളെ മാറാവുന്ന തരത്തിലാണ് ഈ കൊളംബോ ഡോക്യാർഡിൻ്റെ ഷെയറുകൾ നമ്മൾ വാങ്ങുന്നു. അപ്പോൾ $53 മില്യൺ കൊടുത്തിട്ട് ഒനോമിച്ചി ഡോക്യാർഡ് കമ്പനി ലിമിറ്റഡിൽ നിന്ന് നമ്മൾ ഷെയറുകൾ വാങ്ങുന്ന കരാർ വരെ ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ ചൈന ശരിക്കും ഭയപ്പെടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നു അല്ലേ? നമ്മൾ ഇത്തരത്തിലൊരു സൈനിക താവളമൊക്കെ വരുത്തുന്നു പറഞ്ഞാൽ ചൈനയ്ക്ക് ത്രട്ടൊന്നുമല്ല, കാരണം ചൈനയുടെ തൊട്ടടുത്തൊന്നും അല്ലല്ലോ. അല്ല, ചൈനയ്ക്ക് സ്വാധീനമുള്ള ചൈനയ്ക്ക് സ്വാധീനമുള്ള രാജ്യത്തേക്ക് നമ്മൾ കടന്നു കയറുന്നു. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റിനോടൊപ്പം നമ്മൾ ചെല്ലുന്നു. അതോടൊപ്പം തന്നെ ചൈന ഇന്ത്യ മഹാസമുദ്രത്തിൽ ഒരുപാട് ഓപ്പറേഷൻസ് നടത്താൻ ഒരു ലാക്കാക്കിയിട്ടാണ് ഹമ്പൻതോട്ട വാങ്ങിച്ചത്. പക്ഷേ അവിടെ ഇന്ത്യക്ക് നേരിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഓപ്പറേഷൻസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ശ്രീലങ്കയിൽ കൂടി ഒരു താവളം വരുന്നു എന്ന് വരുമ്പോൾ അത് ചൈന ഈ മേഖലയിൽ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഒരു തടയിടാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ചൈനയുടെ കപ്പലുകളെ ഹമ്പൻതോട്ടെ വന്ന ഇപ്പുറത്തിരുന്ന് നമുക്ക് വെറും കണ്ണുകൊണ്ട് വീക്ഷിക്കാൻ പറ്റും. അത് ചൈനയെ വല്ലാതെ നമ്മൾ അപരിചിതനായ ഒരാൾ നമ്മളിങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ നമ്മളോട് ശത്രുതയുള്ള ഒരാൾ നമ്മളിങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരുന്നാൽ, ഒന്നും ചെയ്യണ്ട, വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകത്തില്ലേ? അപ്പോൾ ചൈനയ്ക്ക് ഇനി വരാൻ പോകുന്നത് കൊളംബോ ഡോക്യാർഡിൽ നിന്ന് ഇന്ത്യ ഹമ്പൻതോട്ടയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത ഉണ്ടാവാൻ പോവുകയാണ്. ചൈനയുടെ കളിക്ക് നരേന്ദ്രമോദി അനുരകുമാര ദിസനായക വഴി ഒന്നാന്തരമൊരു ചെക്ക് വച്ചിരിക്കുന്നു. പക്ഷേ ആ ചെക്കിൻ്റെ ഫലമായിട്ട് നമുക്ക് സ്വാധീനം മാത്രമല്ല, നമുക്ക് വലിയ തോതിലുള്ള 300 മില്യൻ്റെ കരാറുകൾ കൂടി നമുക്ക് കിട്ടുന്ന വലിയ സാമ്പത്തിക മെച്ചമുള്ള ഒരു കരാറാണ്. അപ്പോൾ കളിയിൽ ചൈന കളിച്ച കളിയല്ല ഇന്ത്യ കളിച്ചത്. കളിയിൽ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് ഇന്ത്യയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.